എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 33, 34, 35 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ അക്രൂരനെ വിളിച്ചു വരുത്തുകയാണ് എന്നുള്ള കഥ പറഞ്ഞിട്ടാണ് 32ാമത്തെ ശ്ലോകം നിർത്തിയത്. അക്രൂരനെ വിളിച്ചിട്ട് കംസൻ എന്താണ് പറയണത് എന്നുള്ളത് നോക്കാം. ആദ്യം 33ാമത്തെ ശ്ലോകം ചൊല്ലാം. മമാസി പരമോ ബന്ധു സമ്പത്സു ച വിപത്സു ച തത്തേ കിഞ്ചിദഹം വക്ഷ്യേ ചിരകാലമനോഗതം. അക്രൂരനെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരവരുടെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആരെയാണോ സമീപിക്കേണ്ടത്, അവരോട് ആരുടെ അടുത്ത് പോയാലാണോ കാര്യം നടക്കുക, അവരെ വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ടും മധുരമായിട്ടുള്ള വാക്കുകളോട് കൂടിയിട്ടും അവരെ സമീപിക്കും. അതുപോലെ തന്നെയാണ് കംസനും ചെയ്യണത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. മമ അസി പരമ ബന്ധു സമ്പത്സു ച വിപത്സു ച തത് തേ കിഞ്ചിത് അഹം വക്ഷ്യേ ചിരകാലമനോഗതം. ഇതാണ് പദച്ഛേദം. അങ്ങനെ അക്രൂരരെ വിളിച്ചു വരുത്തിയിട്ട് കംസൻ പറയുകയാണ്, സമ്പത്സു ച വിപത്സു ച മമ പരമ ബന്ധു അസി. ഇതാണ് ആദ്യത്തെ വാക്യം. ഹേ അക്രൂര, അങ്ങ് സമ്പത്സു വിപത്സു ച എന്ന് പറയുമ്പോൾ 2 കാലത്തും, സമ്പത്തുള്ള കാലത്തും നല്ല സുഖമായിട്ട് ജീവിക്കുന്ന കാലത്തും, എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിരിക്കുമ്പോഴും, അതുപോലെ തന്നെ വിപത്സു ച ആപത്തുകൾ വന്നു ഭവിക്കുമ്പോഴും അങ്ങ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബന്ധു, പരമമായ ബന്ധു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ മാത്രമേ ബന്ധുക്കളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സുഖമുള്ളപ്പോൾ കൂടെ കൂടുക, സുഖം മാറി ദുഃഖത്തിലേക്ക് വരുമ്പോൾ മാറിപ്പോവുക എന്നുള്ളത് ഉത്തമനായൊരു ബന്ധുവിൻ്റെ ലക്ഷണമല്ല. എന്നാൽ അക്രൂരരോട് കംസൻ പറയുകയാണ്, അങ്ങ് ഏത് കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബന്ധു. നല്ല കാലത്തും കൂടെയുണ്ട്, ചീത്ത കാലത്തും കൂടെയുണ്ട്. അപ്പോൾ അത് ഇതുവരെ അക്രൂരനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അക്രൂരൻ എന്ന് പറഞ്ഞിട്ടൊരു ബന്ധു ഉണ്ട് എന്നുള്ളത് പോലും കംസൻ എവിടെയും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ തൽക്കാലം ഒരാളെ കിട്ടിയപ്പോൾ ആ ആളെ അങ്ങോട്ട് പൊക്കി പറയുന്നതാണ് സന്ദർഭം. അക്രൂരനോട് പറയുകയാണ്, അങ്ങ് എൻ്റെ ഏറ്റവും വലിയ ബന്ധുവാണ് എന്ന്. എന്നിട്ട് പറയാണ്, തത് തസ്മാത് അഹം തേ ചിരകാലമനോഗതം കിഞ്ചിത് വക്ഷ്യേ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് ചിരകാലമനോഗതം, കുറേ കാലമായിട്ട് പറയാനിരുന്നിരുന്ന ചില കാര്യങ്ങൾ, അതാണ് ചിരകാല മനോഗതം. ചിരകാലമായിട്ട്, വളരെ കാലമായിട്ട് അങ്ങയോട് പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ കിഞ്ചിത് വക്ഷ്യേ, ഞാനിപ്പോൾ പറയാം. അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അങ്ങയോട് ഞാനിതാ പറയാൻ പോവുകയാണ് എന്നർത്ഥം. എന്താണ് പറയണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. നമുക്ക് 34ാമത്തെ ശ്ലോകം നോക്കാം. അരാതിമവനൗജാതമശ്രൗഷം കന്യകാമുഖാത് നാജ്ഞാസിഷമിതഃ പൂർവം ക്വാസാവാസ്ത ഇതി സ്ഫുടം. വളരെ പ്രസാദാത്മകമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ചില പദച്ഛേദങ്ങൾ ഒക്കെ കട്ടിയുള്ള വാക്കുകൾ പോലെ തോന്നുന്നേ ഉള്ളൂ. പദച്ഛേദം ചെയ്യുമ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ വരും. നമുക്ക് ആദ്യം പദങ്ങൾ ഏതൊക്കെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അരാതിം അവനൗ ജാതം അശ്രൗഷം കന്യകാമുഖാത് ന അജ്ഞാസിഷം ഇതഃ പൂർവം ക്വ അസൗ ആസ്ത. ഇത് 3 കൂടി ചേർത്ത് വച്ചിട്ടുള്ളൊരു വാക്കാണ് ക്വാസാവാസ്ത എന്ന്. ക്വ അസൗ ആസ്ത ഇതി സ്ഫുടം. അപ്പോൾ ഇവിടെ തൻ്റെ ശത്രുവിനെ പറ്റി പറയാനാണ് തുടങ്ങുന്നത് അക്രൂരരോട്. കന്യകാമുഖാത് അവനൗജാതം അരാതിം അശ്രൗഷം. അവനൗജാതം അരാതിം. അവനൗ, അവനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അവനൗ ഭൂമിയിൽ, ജാതം ജനിച്ചവനായ, അരാതിം ശത്രുവിനെ പറ്റിയിട്ട് ഞാൻ കേട്ടു. കംസൻ എന്തായാലും ഒരു ശത്രുവുണ്ട്. സഹോദരിയുടെ മകനായിട്ട് ആ ശത്രു ജനിക്കാൻ പോകുന്നുണ്ടെന്നും ആ ശത്രുവിനെ കൊണ്ട്, അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ കൈകൊണ്ടാണ് മരണം എന്നുള്ളതൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. കംസൻ അതറിയാം. കംസനോട് തന്നെയാണ് അശരീരി വാക്കായിട്ട് ദേവകൾ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ശത്രു ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബാലകൻ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പല കുട്ടികളെയും വധിച്ചു. കംസൻ അങ്ങനെ പലതും ചെയ്തു, ചീത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു.
അപ്പോൾ വിചാരിച്ചത് ആ കൂട്ടത്തിൽ മരിച്ചുപോയി, അങ്ങനെ ഒരു ബാലകൻ ജനിച്ചു എങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ മരിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. എവിടെ നിന്നാണ് മനസ്സിലായത്? കന്യകാമുഖാത്, കന്യകയുടെ മുഖത്തിൽ നിന്നാണ്. കന്യകയുടെ മുഖം, കന്യകയുടെ വാക്ക് എന്നർത്ഥം. ആരാണ് കന്യക? ഹരികന്യക എന്നും നന്ദകന്യക എന്നൊക്കെ പറയപ്പെടുന്ന ദേവി മഹാമായ. കാലുമ്മ പിടിച്ചിട്ട് പാറയിൽ അടിച്ചു കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ മുകളിൽ പോയി വിരാജിച്ച് നിന്നുകൊണ്ട് പറഞ്ഞുല്ലോ, നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ജനിച്ചു, മരിച്ചിട്ടൊന്നുമില്ല, എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് തൻ്റെ അന്തകൻ എന്നുള്ള അറിവ് കംസനുണ്ടായി. അതാണ് കന്യകാമുഖാത്, ദേവിയുടെ മുഖത്ത് നിന്ന്. അവനൗജാതം അരാതിം, ഭൂമിയിൽ ജനിച്ചു തൻ്റെ ശത്രു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കേട്ടു. അശ്രൗഷം. എന്നിട്ട് കംസൻ അക്രൂരരോട് പറയാണ്, ഇതഃപൂർവം, ഈ നന്ദകന്യക പറയണതിന് മുമ്പ് വരെ അസൗ ക്വ ആസ്തേ, ഈ ശത്രു എവിടെയാണിരിക്കുന്നത്, ഇതി സ്ഫുടം ന അജ്ഞാസിഷം എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. എവിടെയോ ജനിച്ചിട്ടുണ്ടാവും, മഹാവിഷ്ണു അല്ലേ, എന്തൊക്കെ തടകളിട്ടാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ആക്രമിച്ച് കീഴടക്കി വധിക്കാൻ തക്കവണ്ണം എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ അതെവിടെയാണ് എന്നുള്ളത് മനസ്സിലായിണ്ടായിരുന്നില്ല. ദേവി പറഞ്ഞപ്പോൾ ജനിച്ചു എന്നുള്ളത് മനസ്സിലായി, എവിടെയാണെന്ന് മനസ്സിലായില്ല. എന്നാൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഇതാ ഇപ്പോൾ നാരദൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി എന്നാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയണത്. നമുക്ക് 35-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നാരദാദവഗച്ഛാമി നന്ദഗോപസുതം രിപും തമാനേതുമുപായേന ത്വമേവ ക്ഷമസേ പരം. ആദ്യം പദച്ഛേദം പറയാം. നാരദാത് അവഗച്ഛാമി നന്ദഗോപസുതം രിപും തം ആനേതും ഉപായേന ത്വം ഏവ ക്ഷമസേ പരം. ഇവിടെ നാരദൻ വന്നിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ പറയാണ്. രിപും നന്ദഗോപസുതം നാരദാത് അവഗച്ഛാമി. നാരദാത് അവഗച്ഛാമി, നാരദാത് അവഗതം. നാരദനിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി. നാരദനാണ് എന്ത് പറഞ്ഞു തന്നത്? രിപും നന്ദഗോപസുതം, എൻ്റെ ശത്രു നന്ദഗോപരുടെ പുത്രനാണ് എന്നുള്ളത് നാരദനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതായത് തൻ്റെ ശത്രു ഇപ്പോൾ അമ്പാടിയിലുണ്ട്, നന്ദഗോപരുടെ കൂടെ ഉണ്ട് എന്നുള്ളതൊക്കെ നാരദൻ മനക്കണ്ണുകൊണ്ട് കണ്ട് എനിക്ക് പറഞ്ഞു തരുണ്ടായി. അതാണ് രിപും നന്ദഗോപസുതം നാരദാത് അവഗച്ഛാമി. അതുകൊണ്ട് തം ഉപായേന ആനേതും, അവനെ, ആ ബാലകനെ, മഹാവിഷ്ണു ബാലകനായിട്ട് എവിടെയോ ജനിച്ചിട്ടുണ്ട്, പേരൊന്നും അറിയില്ല കംസന്. ആ ബാലകനെ ഉപായേന, ഉപായേന എന്ന് പറഞ്ഞാൽ വളരെ തഞ്ചത്തിൽ, വളരെ വഴക്കത്തോട് കൂടിയിട്ട് ആര് പറഞ്ഞാലാ വിശ്വസിക്കുക എന്ന് വിചാരിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കംസന് അക്രൂരൻ്റെ പേര് കിട്ടിയത്. അക്രൂരൻ പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്തായാലും വരും. അതുപോലെ പറയാൻ വശതയുണ്ട്, വിശ്വാസ്യത ഉള്ള ആളാണ്. അതുകൊണ്ട് ഈ അക്രൂരനെ അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അക്രൂരൻ്റെ കൂട്ടത്തിൽ കൃഷ്ണൻ ഇങ്ങോട്ട് വരും എന്നുള്ളത് കംസന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കംസൻ അക്രൂരനോട് പറയാണ്, തം ഉപായേന ആനേതും, അവനെ വഴി പോലെ നമ്മളെന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരാൻ, ത്വമേവ, അങ്ങ് തന്നെയാണ്, പരം ക്ഷമസേ, ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ, ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ എന്ന് പറയാം. അതായത് ശ്രീകൃഷ്ണനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അമ്പാടിയിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ ആൾ, ആ ആളെ വിളിച്ചുകൊണ്ട് വരാൻ ഏറ്റവും പറ്റിയ ആൾ അക്രൂരരാണ് എന്ന് അങ്ങ് തന്നെയാണ് എന്ന് പറയാണ്. വേറെ ആര് വിചാരിച്ചാലും ശ്രീകൃഷ്ണനെ കൊണ്ടുവരാൻ പറ്റില്ല. ചിലർ പറഞ്ഞാലേ ചിലർ വരുള്ളൂ. കംസൻ പറയണു എന്നൊന്നും പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ വരില്ല. പക്ഷേ അക്രൂരൻ ചെന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ അവിടെ നിന്ന് എന്തായാലും പോരും എന്നുള്ളത് കംസനറിയാം. അപ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ്. ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാനാണ് പുറപ്പെടുന്നത് കംസൻ എന്നുണ്ടെങ്കിലും അതൊന്നുമല്ല കാര്യം, അതൊന്നുമല്ല സംഭവിക്കാൻ പോണത്. എന്നാലും കംസന് മനസ്സിലായി ആര് പറഞ്ഞാലാണ് കൃഷ്ണൻ കേൾക്കുക, ആര് വിളിച്ചാലാണ് കൃഷ്ണൻ മധുരയിലേക്ക് വരിക എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ആ പേര് തന്നെ അങ്ങനെയാണല്ലോ, അക്രൂരനാണ്. നന്ദഗോപര അല്ലെങ്കിൽ ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം അക്രൂരൻ ക്രൂരനായി തീർന്നുവെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ഇനി ഭാഗവതത്തിലെ കഥകൾ മുമ്പാക്കം പോകുമ്പോൾ കാണാം, അബദ്ധത്തിൽ ആ സ്യമന്തകമണിയുടെ ഇടയിലൊക്കെ കിടന്ന് അദ്ദേഹത്തിന് ചുറ്റണ്ടി വരുന്നുണ്ട്. അത് കൂട്ടുകെട്ടിൻ്റെ കുഴപ്പം കൊണ്ട് വരണതാണ്. അദ്ദേഹം ഒരു
ഒരു ഒളിച്ചു ഓടണ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്യും, സത്രാജിത്തിനെ വധിക്കാനൊക്കെ കൂടും. അങ്ങനെ അബദ്ധവശാല ചില കഷ്ടകാലങ്ങളെ കൊണ്ട് ചീത്ത പ്രവൃത്തികളിലൊക്കെ ഇടപെടേണ്ടി വരും. അദ്ദേഹമാണ് മുഴുവനും അത്തരം തെറ്റുകൾ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിലൊക്കെ പങ്ക് പറ്റുന്നുണ്ട്. പല ദിക്കിലും അത് കാണാം. സത്യത്തിൽ അക്രൂരൻ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അക്രൂരനോളം പറ്റിയ ഒരാളില്ല ശ്രീകൃഷ്ണനെ അവിടെ നിന്ന് കൊണ്ടുവരാനെന്ന് കംസൻ അക്രൂരനെ കുറച്ച് പുകഴ്ത്തിയിട്ടും കുറച്ച് കാര്യമായിട്ടും പറയുകയാണ് ചെയ്യണത്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. മമാസി പരമോ ബന്ധു സമ്പത്സുജ വിപത്സുജ തത്തേ കിഞ്ചിദഹം വക്ഷ്യേ ചിരകാലമനോഗതം അരാതിമവനൗജാതമശ്രൗഷം കന്യകാമുഖാത് നാജ്ഞാസിഷമിതഃ പൂർവം ക്വാസാവാസ്ത ഇതി സ്ഫുടം നാരദാദവഗച്ഛാമി നന്ദഗോപസുതം രിപും തമാനേതുമുപായേന ത്വമേവ ക്ഷമസേ പരം. അങ്ങനെ നന്ദഗോപരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അടുത്തേക്ക് കംസൻ അക്രൂരനെ വിടാൻ പോവുകയാണ്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.